ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടത്തിൽ ലേക്ക് ഷോർ ആശുപത്രിയിലെ കൂടുതൽ ഡോക്ടർമാരെ ഇഡി ചോദ്യം ചെയ്യുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ലേക്ക് ഷോർ ആശുപത്രിയിലെ ഡോക്ടർമാർ, മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവരിലേക്കൊക്കെയാണ് ഇഡി അന്വേഷണം നീണ്ടത്. അവയവ കച്ചവടത്തിലൂടെ അനധികൃതമായ സ്വത്ത് സമ്പാദനം ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇഡി പരിശോധിക്കുന്നത്. ഡോക്ടർമാർക്ക് ഈ കച്ചവടവുമായി ബന്ധമുണ്ടോ, വ്യാജരേഖകൾ നിർമ്മിക്കുന്നതിനും ഇത്തരത്തിൽ സർജറി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർക്ക് കമ്മീഷൻ കിട്ടിയിട്ടുണ്ടോ, അതുവഴി സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ചോദ്യം ചെയ്യലിൽ വിഷയമാകും. എസ് എസ് ശരൺ വിവരങ്ങളുമായി ചേരുകയാണ്. ശരൺ, ഇഡി സംഘം എപ്പോഴാണ് എത്തിയത്? മാധു, ഇപ്പോൾ ഇഡിയുടെ കൊച്ചി ഓഫീസിലാണ് പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ലേക്ക് ഷോറുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡോക്ടർമാരെ ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുഹമ്മദ് ഇക്ബാൽ, അദ്ദേഹം സീനിയർ കൺസൾട്ടന്റ് ആണ്, അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റ് 2 ഡോക്ടർമാരെ കൂടി കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഇഡി ചോദ്യം ചെയ്യുന്നത്. ഒന്ന് ജോൺ അലക്സാണ്ടർ ആണ്. ഇതിന് പുറമെ ശ്രീജ പിള്ള. ഈ 2 പേരും അല്പസമയം മുമ്പാണ് ഇഡി ഓഫീസിൽ ഹാജരായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ ഡോക്ടർമാർക്ക് കമ്മീഷൻ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതിലാണ് പ്രധാനമായും ഇഡിയുടെ പരിശോധനകൾ നടക്കുന്നത്. ഇതൊരു സംഘടിതമായിട്ടുള്ള കുറ്റകൃത്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നിയമവിരുദ്ധമായിട്ടുള്ള അവയവ ശസ്ത്രക്രിയകൾ നടക്കുമ്പോൾ തന്നെ ആ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാർക്ക് ഒരു പങ്ക് കമ്മീഷനായി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇഡി വ്യക്തത വരുത്താൻ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 5 വർഷത്തെ സ്വത്ത് വിവരങ്ങളും ഒപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ച് അത് പരിശോധനകൾ തുടരുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ 2 ഡോക്ടർമാരോടും ഇത് സംബന്ധിച്ചുള്ള രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ രേഖകൾ ഹാജരാക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്കായിരിക്കും ഇഡി നീങ്ങുകയും ചെയ്യുക. നേരത്തെ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നതാണ്. അതായത് ഈ ലേക്ക് ഷോർ ആശുപത്രിയിൽ നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിൽ നിയമവിരുദ്ധമായിട്ടുള്ള ശസ്ത്രക്രിയയുടെ രേഖകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വേഗത്തിൽ തന്നെ ആശുപത്രി MD ആയ SK അബ്ദുള്ളയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഡോക്ടർമാരുടെ പങ്ക് സംബന്ധിച്ച് കൂടുതൽ പരിശോധനകളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ലേക്ക് ഷോർ ആശുപത്രി മാത്രമല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യമുന അത് മറ്റൊരു ആശുപത്രിയിലേക്ക്, അത് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് നീളുന്നൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മെഡിക്കൽ ട്രസ്റ്റിന്റെ മാനേജ്മെന്റ് അംഗങ്ങളെ ഒപ്പം തന്നെ ഡോക്ടർമാരെ ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുകയും അവർക്ക് സമൻസ് ഇഷ്യൂ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ചയാണ് അത് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യൽ നടക്കുക. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഈ വ്യാജരേഖകൾ ചമച്ചുള്ള അവയവ കച്ചവടത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സ്വകാര്യ ആശുപത്രികൾക്ക് ഈ മുഹമ്മദ് നജീബിന്റെ നേതൃത്വത്തിലുള്ള അവയവ കച്ചവട റാക്കറ്റുമായുള്ള ബന്ധം അത് സ്ഥിരീകരിച്ചിരുന്നതാണ്. ഒപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ ലഭിച്ചിരുന്നതാണ്. അങ്ങനെ കഴിഞ്ഞ 3 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഇഡിയുടെ അന്വേഷണം തുടരുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇഡിയിലെ കൊച്ചി ഓഫീസിലേക്കാണ് ഡോക്ടർമാരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ജോൺ അലക്സാണ്ടർ, ശ്രീജ പിള്ള എന്നിവരെയാണ് ചോദ്യം ചെയ്തത്. വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടത്തിൽ ഡോക്ടർമാർക്ക് എത്രത്തോളം പങ്കുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുന്നത്. ശരൺ, ഈ വിഷയത്തിൽ ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട ഇഡിക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഡോക്ടർമാരിലേക്ക് അന്വേഷണം നീണ്ടത്? മാധു, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു സംഘടിതമായിട്ടുള്ള കുറ്റകൃത്യം എന്ന നിലയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാണുന്നത്. അതായത് ആശുപത്രികളും ഏജന്റുമാരും മാത്രമല്ല, ഇത്തരത്തിലൊരു നിയമവിരുദ്ധമായിട്ടുള്ള ശസ്ത്രക്രിയ നടക്കുമ്പോൾ അത് നടത്തിയ ഡോക്ടർക്ക് ഇതിനെക്കുറിച്ച് അറിയാതെ തരമില്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും ഡോക്ടർമാർക്കും കമ്മീഷൻ തുക, അതായത് നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞിരുന്നതാണ് എത്ര തുക വീതമാണ് ഈ ഡോക്ടർമാർക്ക്, അതായത് ഏജന്റുമാർക്കും ആശുപത്രിക്കും ഒക്കെ തന്നെ ലഭിച്ചിരുന്നതെന്നുള്ളത്. അതിലൊരു വിഹിതം തന്നെയാണ് ഈ ഡോക്ടർമാർക്ക് ലഭിച്ചു എന്നുള്ള സംശയത്തിലാണ് ഇഡി ഉള്ളത്. അതിൽ വ്യക്തത വരുത്താനാണ് ഇപ്പോൾ ഡോക്ടർമാരെ വിളിച്ചു വരുത്ത് ചോദ്യം ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായും ഇഡി പരിശോധിക്കുന്നത് കഴിഞ്ഞ ഈ 3 വർഷം, അതായത് കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ അവയവ കച്ചവട റാക്കറ്റ് സജീവമായി തന്നെ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സ്വകാര്യ ആശുപത്രികളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സാമ്പത്തിക ഇടപാടിൽ നിന്ന് ലഭിച്ച പണം ഉപയോഗിച്ച് ഡോക്ടർമാർ സ്വത്തുക്കൾ വാങ്ങുകയോ എവിടെയെങ്കിലും നിക്ഷേപം നടത്തുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും ഇഡി പരിശോധിക്കുന്നത്. ഇന്നത്തെ ചോദ്യം ചെയ്യലിലടക്കം അതിലാണ് വ്യക്തത വരുത്താൻ ഇഡി ശ്രമിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഊർജിതമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ ഈ പോലീസ് ആണ് തുടക്കത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിന് പിന്നാലെ പോലീസിന്റെ ഒരു SIT നിലവിൽ വരികയും ചെയ്തിരുന്നതാണ്. പോലീസ് കണ്ടെത്തിയിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ MP മാരുടെയും MLA മാരുടെയും പേരിൽ
വ്യാജ ലെറ്റർ പാഡ് തയ്യാറാക്കിയും ഡോക്ടർമാരുടെ ഒപ്പ് ഉപയോഗിച്ച് ലെറ്റർ പാഡൊക്കെ തയ്യാറാക്കിയാണ് ഈ തട്ടിപ്പ് നടന്നതെന്നുള്ളതാണ്. അതിന് പിന്നാലെയാണ് ഈ ആശുപത്രികൾക്ക് ഈ റാക്കറ്റുമായി ബന്ധമുണ്ടെന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തത്. പോലീസിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഈ നജീബിന്റെ നേതൃത്വത്തിലുള്ള റാക്കറ്റ് നടത്തിയ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചുള്ള പരിശോധനകളൊക്കെ ED കടക്കുകയും ചെയ്തിരുന്നത്. കഴിഞ്ഞ മാസമാണ് വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടത്തിൽ ഡോക്ടർമാർക്ക് പങ്കുണ്ടോ എന്ന ED അന്വേഷണം തുടരുകയാണ്. 2 ഡോക്ടർമാരെ ED ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു. SL സാറിനാണ് വിവരങ്ങൾ നൽകിയത്.